ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് ഞാൻ കോളേജിൽ പോവാൻ പോവാണ്. ഇന്നല്ല, അടുത്ത ദിവസം പോവാൻ പോവാ. നാളത്തെ കഴിഞ്ഞല്ലേ അമ്മേ? ആ അതെ. ഇതൊന്നും ഇങ്ങനെ നോക്കുന്നത്. ഓ സ്ക്രീൻ സ്പേസ് കുട്ടാപ്പിയുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടി അപ്പം കോളേജിന്റെ സാധനങ്ങളൊക്കെ, കോളേജിൽ പോകുന്നതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. ഞാനപ്പം അങ്ങനെ സ്കൂളിലൊന്നും പോകാത്ത കൊച്ചായത് കൊണ്ട് എനിക്ക് അങ്ങനെ പേടയും പെൻസിലൊന്നും ഇല്ല. അപ്പൊ അത് തൊട്ട് നമുക്ക് എല്ലാം വാങ്ങണം. ഇന്നപ്പൊ നമുക്ക് ബുക്കും ഒന്നും വാങ്ങണ്ട അല്ലേ? ബുക്ക് വേണ്ട, ബാഗ്, വാട്ടർ ബോട്ടില്, ലഞ്ച്. ഈ അതൊക്കെയാണ് ഞാൻ തമാശക്ക് പറഞ്ഞ, സീരിയസ് ആക്കി എടുക്കല്ല കേട്ടോ. അതൊക്കെയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എല്ലാം, അയ്യോ അല്ലല്ല, അതൊക്കെയുണ്ടേ, ചുമ്മാ പറഞ്ഞാ. അതൊന്നല്ല, നമുക്ക് എന്നാലും എല്ലാം പുതിയത് വാങ്ങണല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇരിപ്പ് വശം. അതുകൊണ്ട് ഇന്ന് അതൊക്കെ വാങ്ങാൻ പോവാണ്. നമ്മള് പാലായിക്കല്ലേ പോകുന്നത്. പാലായിക്ക് ആദ്യം പോയി നോക്കാം. ഞങ്ങളുടെ പാലായിന്നാണ് ഞങ്ങൾ സാധനം വാങ്ങുന്നത്. ബൈ ബൈ. ഞങ്ങളപ്പം ഇവിടെ മാക്സി വന്നതാ. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു ബാഗ് കിട്ടി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ വേറൊരു ബാഗ് നോക്കിയാണ് ചെന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബാഗ് കണ്ടിട്ട് അതുപോലെ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞാണ് ചെന്നത്. പക്ഷേ ചെന്നപ്പോൾ എനിക്ക് അതിലും നല്ലൊരു ബാഗ് കിട്ടി. 2 സെഷനൊക്കെ ആയിട്ട് ഒരു ലെതറിൻ്റെ ഒരു നല്ലൊരു ബാഗായിരുന്നു. അപ്പം ഞാനതെടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ മറ്റേ പെൻസിലൊക്കെ ഇടാനുള്ള പൗച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മ പറയാം, ആകെ നിനക്ക് ഒരു പേന ഉണ്ടാവും, അത് നീ ഇനി പൗച്ചിലിട്ട് കൊണ്ടുപോകണോ എന്ന് വെച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇല്ല, എനിക്ക് ഈ പൗച്ച് വേണം. ആ പൗച്ചാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗിന് കറക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ പൗച്ച് എടുത്തു. അതൂട്ടന് അവിടെ താഴെ എന്തൊക്കെയോ കണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം അതിൻ്റെ ബഹളം. ഇപ്പോൾ താഴെ ഒരു മറ്റേ സ്പൈഡർമാൻ്റെ ഒരു സിപ്പർ ബോട്ടിലുണ്ട്, അത് കണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞു ഇത് എടുക്കണ്ടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണം, എന്തൊക്കെ പറഞ്ഞാലും പൗച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ആ പൗച്ച് എന്തായാലും വേണമെന്ന് പറഞ്ഞ് അതങ്ങനെ എടുത്തു. അതൊരു സ്റ്റാൻഡേർഡ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഒരു മിനിമൽ പൗച്ച്. അപ്പോൾ അതൂട്ടും പറഞ്ഞ സിപ്പർ ബോട്ടിൽ ഇതാ ആ സ്പൈഡർമാൻ്റെ, അത് ബോട്ടിലല്ല ആക്ച്വലി ഗ്ലാസ്സാണ്. അതുകൊണ്ടും ഇതുപോലത്തെ തന്നെ സാധനം ഉണ്ട്. പക്ഷെ അതുകൊണ്ടും പിന്നെയും ഇതൊരെണ്ണം വേണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു ഇതൊന്നും വിൽക്കാൻ വെക്കുന്നതല്ല, എല്ലാ അമ്മമാരും പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ മക്കളുടെയാണ് മോനെ, ഇതൊന്നും വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു ഇങ്ങനെ ഡെയിലി യൂസിനൊക്കെ പറ്റി. പക്ഷെ അങ്ങനത്തെ ഫ്ലാറ്റ്സ് അവിടെ കുറവായിരുന്നു, വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ ഒരു ഹീൽസും മാത്രം അവിടെ ചെരുപ്പിൻ്റെ സെഷനിൽ നിന്ന് എടുത്തത്. ഞാൻ പക്ഷേ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ആദ്യം നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും ചേർന്നില്ല എനിക്ക്. ഞങ്ങൾ ബാഗൊക്കെ വാങ്ങി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ബാഗ് കിട്ടി എനിക്ക്. ഇവർക്ക് എല്ലാവർക്കും ബാക്ക് പാക്ക് വാങ്ങുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ബാഗ് കിട്ടി. ഇനി നമുക്ക് മറ്റേ വാട്ടർ ബോട്ടിലും അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങേണ്ട, അത് വാങ്ങണം. അതൂട്ടും വളരെ സെഡാണ്. അതൂട്ടൻ എന്തോ ഒരു കുപ്പി. എന്താണോ നിനക്ക് വേണ്ടേ? കോട്ടെ അമ്മ മാതി, എന്നാണ് നിനക്ക് വേണ്ടേ? പോലീസ് കേസ് കൊടുക്കണേ നിങ്ങൾ. അതുകൊണ്ട് എന്നെ വാങ്ങണ്ടേ? ഒരു കുപ്പി വാങ്ങണേ അതൂട്ടിന്. അതൂട്ടിന് വീട്ടിൽ കുപ്പി കാരണം ഇപ്പൊ അതൂട്ടിന് ഇരിക്കാൻ പോലും സ്ഥലമില്ല. അയ്യോടാ. അപ്പൊ അതുകൊണ്ട് കുപ്പി വാങ്ങി കൊടുത്തില്ല. അപ്പൊ അതൂട്ടിന് അതിന്റെ പേരിൽ ഭയങ്കര സെഡാണ്. സ്ട്രോ ഉള്ള കുപ്പിയായിരുന്നു. സ്ട്രോ ഇല്ലേ അതൂട്ടിന് വീട്ടില്? എടാ നോണയാണേ അത്. അപ്പൊ നമ്മൾ അത് വാങ്ങാൻ പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും കൂടി വേറൊരു കടയിൽ വന്നതാണ് ചെരുപ്പിൻ്റെയൊക്കെ. മുമ്പത്തെ കടയിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ചെരുപ്പ് കിട്ടിയില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ അങ്ങനത്തെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് 1-2 എടുത്തു ചെരുപ്പ് അവിടുന്ന്. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്തിൻ്റെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ വാങ്ങാൻ വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഫുൾ ഫ്ലാസ്ക് ഒക്കെ. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറയായിരുന്നു ഈ ജഗ്ഗിൻ്റെ അകത്തും കൊണ്ടുപോയാലോ, വെള്ളതാകുമ്പോൾ ഒത്തിരി കുടിക്കുകയും ചെയ്യാം. പിന്നെ തന്നെയല്ല ഇവിടെ ഫുൾ ഗ്ലാസിൻ്റെയാണ്. അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അച്ഛൻ അങ്ങോട്ടൊന്നും അധികം നീ അച്ഛനെ കാണത്തില്ല. ഇങ്ങോട്ട് അച്ഛനാണ് എൻ്റെ ട്രഷറി. ഞാൻ പൈസ അയച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് ഗൂഗിൾ പേ ഇടുന്ന ആള് അച്ഛനാണ്. അപ്പൊ അച്ഛന്റെ ചെലവാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നതല്ല. ഇതാണ് എന്റെ കറിപ്പാത്രം. എങ്ങനെയുണ്ട് ചേച്ചിപ്പിരിക്കുന്നത്? തൈര് കൊണ്ടുവന്ന്. എനിക്ക് ആദ്യം ഇഷ്ടമുള്ള ഒരു കറിയാണ് തൈര്. അങ്ങനെയൊന്നല്ല, എന്നാലും എന്റെ ഫേവറേറ്റ് കറിയാ തൈര്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പാത്രമാണെങ്കിൽ ലീക്ക് ആക്കുന്നു. അപ്പൊ ഇത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളും അത് മേടിച്ചു. ഞങ്ങൾ പോയപ്പോഴെല്ലാം അച്ഛന്റെ പരിചയമുള്ള ഒത്തിരി ആൾക്കാരെ കണ്ടു. പിന്നെ ഇതാണ് എന്റെ ലഞ്ച് ബോക്സ്. നോക്ക്,
കുഞ്ഞാണല്ലോ അതൊക്കെ വല്ലതും കഴിക്കാൻ മാത്രം കിട്ടുമോ? ഞാനെനിക്ക് ഇത്രയും കഴിക്കുമോ? നമ്മൾ ഹിന്ദുസ്ഥിൽ നിന്നിട്ട് നോക്കുവാണല്ലേ. എനിക്ക് ഇത്രയും ചോറ് മതി. ഇത് പിന്നെ ഞാൻ ഇത് നോക്കി ഇത് സെയിം പിഞ്ച് കളറായിരുന്നു. അപ്പൊ തോരൻ കൊണ്ടുപോയി. അച്ഛേ അമ്മ പറയാണ് ഇത് 2 പാത്രം തന്നു വിടാൻ പറ്റത്തില്ലെന്ന്. എന്താ വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് തോരൻ, ഇതിന്റെ അകത്ത് തൈര്, ഇതിന്റെ അകത്ത് ചോറ്. ഓരോ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുന്ന കണ്ടാണ്. അനയുടെ ചൂട് ചോറിന്റെ പൊട്ടത്തോടെ സാധാരണ. അയ്യേ ഞാൻ ഇടത്തില്ല. അല്ലേ നമ്മള് പൊതിച്ചോറ് കിട്ടുമ്പോ എങ്ങനെയാണ് തിന്നാറുണ്ടല്ലോ. അതെനിക്ക് ഇഷ്ടമാണ്. വേണ്ട ഈ സൈഡിനകത്ത് എല്ലാം വേണേ. ഇതിനകത്ത് തോരൻ വേണം കേട്ടോ. വലിയൊന്നും പറ്റില്ല. മുട്ട ഇതിനകത്ത് അടിച്ചു കയറ്റി വെച്ചത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫ്ലാസ്ക്. നമ്മൾ ഇതിനകത്ത് വെള്ളം ഫ്ലാസ്ക് അല്ല അതുപോലെ അതൊക്കെ അതുകൂടെ കൊണ്ടുപോവാ. അത് ഭയങ്കര വലുതല്ലേ. ഇതൊന്നും എനിക്ക് ഇതാണ് നമ്മള് വെള്ളം കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് നമ്മുടെ പെൻസിലും പെൻസിലില്ല പേന ഇടാനുള്ള സാധനം. അതെ വളരെ കഷ്ടപ്പെട്ട് വേണം. പക്ഷെ അമ്മ അവിടെ ഒരു ബാഗും കൂടെ ഉണ്ടെന്ന് മേടിച്ചിടാൻ വേണ്ടിയിട്ടാണ് എന്നെ മേടിച്ചത്. ഇതും കൊണ്ടോ പെൻഷൻ മേടിക്കാനോ? അയ്യോ ഇതാ എന്റെ ബാഗ് കേട്ടോ. ഇത് ഞാൻ തപ്പി നടന്നെങ്കിൽ കിട്ടിയ ബാഗാണ്. ഞാൻ അവിടെ ചെന്ന വേറൊരു ബാഗിന് വേണ്ടിയാ ചെന്നേ. പക്ഷെ ആ ബാഗിന് 2 കളി ഇല്ല, ഒറ്റ കളിയേ ഉള്ളൂ. അപ്പൊ നമുക്ക് പാടല്ലേ, ചോറും പാത്രം ബുക്കും ഒക്കെ കൂടെ അതിനകത്തോട്ട് ഇടാം. ഇടാൻ പാടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു കണ്ടോ, ഇതിന്റെ അകത്ത് 2 സെഷൻ ഉണ്ട്. ഒരെണ്ണത്തിനകത്ത് നമുക്ക് ചോറും പാത്രവും വെള്ളക്കുപ്പിയൊക്കെ ഇടാം, ഒരെണ്ണത്തിനകത്ത് നമുക്ക് ബുക്കും സാധനങ്ങളും ഒക്കെ വെക്കാം. പിന്നെ ഇവിടെ അച്ഛൻ പൈസ തന്നു വിടുമ്പോ അത് ഇട്ട് കഴിക്കാം. കണ്ടോ ഇവിടെ കുറച്ച് വേണം. ഓ വേണ്ട, അതിട്ട് വെക്കാനുള്ളതാണ് ഇത്. അതൂട്ടാ നീ പൊക്കോ. ചോറുണ്ട് ഇതുണ്ടല്ലോ. പക്ഷെ ഇതിനുണ്ടോ, ഇതിന് ഇങ്ങനെ ഇത് വേണേ നമുക്ക് കൂടി ഇതിനകത്ത് ഇടാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെരുപ്പുകളാണ്. ഇതാണ് ഞാൻ കോളേജിൽ പോകുമ്പോഴാണ് പോകുന്ന ചെരുപ്പ്. പിന്നെ സേഫ്റ്റി ബസ് കണ്ടോ, നല്ല ചെരുപ്പല്ലേ. ഓക്കെ ഇനി അടുത്തത് ഇതാണ് അടുത്ത ചെരുപ്പ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഉള്ള ചെരുപ്പ്. നല്ല നല്ല സുഖം അത് ഇടാനായിട്ട്. ഇത് വേറൊരു ചെരുപ്പ്. പിന്നെ എനിക്ക് ഷൂട്ടിന് ഇടാനുള്ളത്. അത് ഞാൻ അതിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇതിന് ഓഫർ നടക്കുമായിരുന്നു. ഞാൻ ചെന്നപ്പോ ഇതിന്റെ ഓഫർ നടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങള് ഇതും കൂടെ ഒരെണ്ണം വാങ്ങിച്ചു. നല്ല ചെരുപ്പാട്ടോ, നല്ല രസമുണ്ട്. അതെ ഓ കളയും ഇപ്പൊ തന്നെ. അപ്പൊ എത്ര സാധനങ്ങളാണ് വാങ്ങിയ? ബുക്കും പേന പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് കുറച്ചുകൂടെ കാരണം ഇതിപ്പം നാളത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ. അപ്പൊ ആക്ച്വലി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നാ ബുക്ക് എഴുതണ്ടേ ഞാൻ പിന്നെ. അപ്പൊ ഫസ്റ്റ് ഡേ അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ബുക്കൊക്കെ നമ്മള് പിന്നെ പോയി വാങ്ങും. ബുക്ക് അധികം ബുക്കിനൊന്നും ആവശ്യമില്ല. എനിക്കൊന്ന് 1-2 ബുക്ക് മതിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ. നമ്മളെല്ലാം പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. രമ്യാമ്മ എന്നാണ്ട് അടുക്കള എന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് വരാത്തെ. അപ്പൊ അത്രേ ഉള്ളൂ. ചാച്ച പറ. എല്ലാവർക്കും നശിപ്പിക്കുവാ. ചാച്ച.